ഞാൻ ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരോട് ചോദിക്കുക, ഭർത്താക്കന്മാരെ, സുബോധത്തില് ഒരു ഉമ്മൻ തന്നിട്ട് കാലത്രേ കാണുന്നാവണ്ട, അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. കെട്ടിയവന്മാരെ, മര്യാദയ്ക്ക് സുബോധത്തില് കവിളത്ത് ഒരു നല്ല ചുംബനം തന്നിട്ട് കാലത്രയായി. പേടിക്കണ്ടട്ടാ, നീയൊക്കെ മരിച്ചു കഴിയുമ്പോ കണ്ട നിന്നെ നാക്കി തോർത്തും, പെരുവരല് മുതൽ നെറുന്തല വരെ മുത്തി തീരാണ്ടാവുമ്പോ പിന്നെ തുണിയിട്ട് മുത്തും. ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്നേഹത്തോടെ ഒരു ചുംബനം തരാണ്ട് മരിച്ചു കഴിയുമ്പോ ഇത് കുറെ തന്നിട്ട് എന്താ കാര്യം? ദുഷ്ടന്മാര് തരൂല്ല, അവന്മാര് ചുംബന സമരത്തിനു. സ്വന്തം കെട്ടിയോൾക്ക് ഉമ്മ കൊടുക്കാൻ നേരില്ല, ചുംബന സമരത്തിനാണ് ത്രില്ല്. ജീവിച്ചിരുന്ന കാലത്ത് പെറ്റ തള്ളക്ക് ഒരു വള്ളിച്ചെരുപ്പ് പോലും മേടിച്ചു കൊടുക്കില്ല. ഒരു വള്ളിച്ചെരുപ്പ്, ബാറ്റ 50% റിഡക്ഷൻ വരും, അപ്പോഴും കൊടുക്കില്ല. മരിച്ചു കഴിയുമ്പോ കണ്ട ഷൂസും കൊണ്ടുവരും, ഷൂസ് ഇടിയിക്കാൻ. മരിച്ചു കഴിയുമ്പോ ഷൂസ് ഇടിയിക്കണല്ല. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ ഷൂസ് ഇല്ലേ? ഭാഗ്യം. അവിടെ എങ്ങനെയാ ഷൂസ്? ഈ ഷൂസും കൊണ്ടുവരുമ്പോ ഈ തള്ളയുടെ കാലിങ്ങനെ പറത്തവളയുടെ കാല് പോലെ ഇരിക്കണേ, കുത്തി കയറ്റി കേറുവോ? അപ്പൊ എന്ത് ചെയ്യും? ശവപ്പെട്ടിയുടെ മൂലയ്ക്ക് കൊണ്ടുവയ്ക്കും. അമ്മയുടെ കാലൊക്കെ വലിയ മുഴുത്ത പൂക്കൾ മേടിക്കാൻ കിട്ടും, ലില്ലി ആംസ് എന്നൊക്കെ പറയും. അതൊക്കെ വെച്ച് മറയ്ക്കും. കാണുമ്പോ തോമാസിന്റെ അമ്മ ഷൂസ് ഇട്ട് കിടക്കട്ടെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പം പറയും, മോനെ ഈ കൊല്ലം പള്ളിപ്പെരുന്നാള് അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷം, വീട് വെഞ്ചിരിപ്പ് അല്ലെങ്കിൽ കൊച്ചന്റെ എന്തെങ്കിലും പരിപാടി, വീട്ടിൽ ആഘോഷം, അടുത്ത കൊല്ലം അപ്പനുണ്ടാവുന്ന ഒരു ഉറപ്പില്ലല്ലോടാ. നീ ഒരു ചെറിയ സ്മോളൊക്കെ എനിക്ക് മേടിച്ചാൽ, ഞാനിനി സ്മോൾ മേടിച്ചാൽ കൊടുത്തു എന്നൊന്നും പറയരുതിട്ടാ ദൈവമേ, ഞാൻ ഉദാഹരണം പറയണാണ്. അപ്പം പറയും, നീ ഒരു തരി സ്മോളൊക്കെ മേടിച്ചാൽ അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. ഒരു തരി നല്ല ഇറച്ചി നെയ്യുള്ളതൊക്കെ മേടിക്കേണ്ട മോനെ, മേടിച്ചു കൊടുക്കില്ല. മരിച്ചു കഴിയുമ്പോ എന്തൊക്കെ ആഘോഷ അപ്പന്റെ പേരിൽ. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, എല്ലാ നാൽക്കാലീനെയും ഇരുകാലീനെയും വെട്ടിക്കൊന്ന് മൃഷ്ടാന ഭോജനം. ആർക്ക് വേണം ഈ ഭക്ഷണം? ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പം പറയും, വരെയും പറയുമ്പോ ഒക്കെ നിനക്ക് എഴുതി തന്നല്ല, ഒരു ലോൺ എടുക്കടാ. നിന്റെ കാറില് പള്ളിയിൽ പോവാൻ അപ്പനൊരു കൊതിയുണ്ട്. നിന്റെ കാറില് പള്ളിയിൽ പോവാനേ അപ്പനൊരു കൊതിയാ. നിനക്ക് വിചാരിച്ചാലൊക്കെ നടക്കാം. ഒരു 800 പഴയത് മേടിച്ചാൽ മതി. നിന്റെ കാറിൽ പോകുമ്പോ എനിക്കൊരു ഗമ, ഒരു സന്തോഷം ഉള്ളതൊക്കെ നിനക്ക് തന്നില്ലേ? ഇത്രയും നാള് തന്ത നടന്നല്ലേ പോയത്, ഇനിയും നടന്ന് തന്നെ പോയാ മതി. കൊളസ്ട്രോൾ ഉണ്ടാവാണ്ടിരിക്കാതെ നല്ലത്. മേടിക്കില്ല. അവസാനം കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ നിർബന്ധിച്ച് അവൻ പോയി സുസുക്കിയിൽ കാറ് ബുക്ക് ചെയ്യും. അപ്പനാരാ മോൻ? കാറ് കിട്ടണേന്റെ തലയാഴ്ച തന്ത പോണ്ടോടത്ത് പോയി. അത് മരിച്ച്, അപ്പം മരിച്ച്. അവൻ കാറ് കൊണ്ടുവന്ന് പള്ളിയിൽ അച്ഛനെ കൊണ്ട് ആശീർവദിപ്പിച്ച് സിമിത്തേരിയുടെ സൈഡിൽ കൂടെ ഒരു പോക്കുണ്ട്. ആർക്ക് വേണം നിന്റെ കാറ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കേണ്ടത് കൊടുക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് ആർക്കൊന്നും വേണ്ട. ഐ വാണ്ട് വാട്ട് ഐ വാണ്ട് വെൻ ഐ വാണ്ട് ഇറ്റ്. എനിക്ക് ആവശ്യമുള്ള സമയത്ത് തരണം. പ്രിയപ്പെട്ട മാതാപിതാക്കളും മക്കളും കുടുംബജീവിതം നയിക്കുന്നവരെല്ലാം ചിന്തിക്കേണ്ട ഒരു സംഗതി അത്. നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും കാലാകാലം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ നാളെ നമ്മൾ മോങ്ങാനിടയാവരുത്. എന്റെ അനുഭവം ഞാൻ പറയണേ. അമ്മ മരിച്ചു കഴിയുമ്പോ ചില ദുഷ്ടന്മാര് വന്ന് കുമ്പസാരിക്കും. അച്ഛാ എന്നോട് പൊറുക്കണം, എന്നെ പറ്റിടാ, അമ്മേനെ ഞാൻ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞപ്പോ ഞാൻ പഠിച്ചില്ല,
അമ്മ പറഞ്ഞപ്പോ ഞാൻ പള്ളിയിൽ പോയില്ല, അമ്മ വിളമ്പി തന്നത് ഭക്ഷിച്ചില്ല, എന്ത് കറി ഉണ്ടാക്കി തന്നാലും അമ്മേനെ ഞാൻ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട് അച്ഛാ, എന്നോട് പൊറുക്കണം. ഞാൻ പറയും, ഒരു ദൈവം നിന്നോട് പൊറുക്കില്ലട്ടാ, നീ കാരണം ആ പാവം നേരത്തെ ചത്തത്. നിന്റെ കയ്യിലിരിപ്പ് കുമ്പസാരക്കൂട്ടിൽ കഴുകിക്കളഞ്ഞ പോണ പാവം അല്ലത്. മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അർഹിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾക്കുണ്ടാവണം. അത് അച്ഛൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുക.